കോതമംഗലത്ത് UDF സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറത്തിന്റെ അപരന്മാർക്ക് പിന്നിൽ CPM ആണെന്ന് UDF ആരോപിച്ചു. അപരന്മാർ UDFന് വെല്ലുവിളിയാകില്ല. മികച്ച ഭൂരിപക്ഷത്തോടെ ഷിബു തെക്കുംപുറം വിജയിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് ബാബു എലിയാസ് പറഞ്ഞു. കോതമംഗലത്ത് 7 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഇതിൽ UDF സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറത്തിന്റെ 2 അപരന്മാരുമുണ്ട്. ഷിബു കല്ലേക്കാട്ട്, ഷിബു ചാലക്കാട്ട് എന്നിവരാണ് അപരന്മാർ. ഈ അപരന്മാർക്ക് പിന്നിൽ CPM ആണെന്നാണ് UDFന്റെ ആരോപണം. ഷിബു തെക്കുംപുറത്തിന്റെ വോട്ട് കുറയ്ക്കാൻ കഴിയുമോ എന്നുള്ള പരിശ്രമമാണ് ഇതിനു പിന്നിൽ. എന്നാൽ അപരന്മാർ UDFന് ഒരു വെല്ലുവിളിയും സൃഷ്ടിക്കില്ലെന്ന് കോൺഗ്രസ് നേതാവ് ബാബു എലിയാസ് പറഞ്ഞു. മികച്ച ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറം വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. LDF സ്ഥാനാർത്ഥിക്കെതിരെ എത്ര അപരന്മാരെ നിർത്താനും തങ്ങൾക്ക് കഴിയുമായിരുന്നു. തങ്ങൾ അതിന് മുതിർന്നിട്ടില്ല. LDFന് പരാജയഭീതിയുള്ളതിനാൽ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് കള്ളവോട്ടിനുള്ള ശ്രമം നടത്തുമെന്നും അതിനെതിരെ ജാഗ്രത പാലിക്കുന്നുണ്ടെന്നും ബാബു എലിയാസ് പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചോളം ഒരു അപരനെ നിർത്തി ഇവിടെ വിജയം നേടേണ്ട കാര്യമില്ല. ഞങ്ങൾക്കും ഇഷ്ടം പോലെ ആന്യമാരെ ഇവിടെ നിർത്തായിരുന്നു. ഞങ്ങൾ അത്തരത്തിൽ ഒരു കാര്യമില്ല. ഇനിയിപ്പോൾ കള്ളവോട്ടിൻ്റെ കാര്യമായാലും ആ കാര്യത്തിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ വലിയ അട്ടിമറി നടത്താനുള്ള സാധ്യത കോതമംഗലത്തുണ്ട്. ഞങ്ങളതിൽ വളരെ ജാഗ്രത പാലിക്കുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ നല്ല അഴിമതി നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അവർ ഓരോ സ്ഥലത്ത് നിയമിച്ചിട്ടുണ്ട്. അവർ ഈ കിടപ്പ് രോഗികളുടെ അടുത്ത് തലേ ദിവസം CPM നേതാക്കന്മാർ സന്ദർശിക്കാനായിട്ട് ഞങ്ങൾക്കറിയാം. ഇതൊക്കെ പരാജയ ഭീതി കൊണ്ടോ? ഞങ്ങൾക്കൊരു പരാജയമില്ല. ഞങ്ങളുടെ ആളുകൾ ഞങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യുന്നു 100% ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഒരു കളങ്കമില്ലാതെ ഐക്യജനാധിപത്യ മുന്നണി ഈസിയായി നേടുമെന്നും കേരളത്തിലെ ഒരു ഐക്യജനാധിപത്യമുള്ള നേതൃത്വത്തിൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയെ ഈ വരുന്ന 4-ാം തീയതി അടുത്ത മാസം 4-ാം തീയതി പ്രഖ്യാപിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ ഇരിക്കുകയാണ്. GTV ന്യൂസ് കോതമംഗലം.